ഹായ് ഫ്രണ്ട്സ്, ലിജിയാണേ. അതെ, കഴിഞ്ഞൊരു 1-2 ആഴ്ച മുന്നേ ആയിട്ട് ഞാനൊരു പ്രോട്ടീൻ ബാറിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ താല്പര്യം വേണ്ട ആൾക്കാരൊക്കെ നമ്മളോടൊന്ന് നേരത്തെ പ്രീ ബുക്ക് ചെയ്താൽ നമ്മളത് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് ഓർഡേഴ്സ് വന്നായിരുന്നു കേട്ടോ. കൂടുതലും കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കാണ് കേട്ടോ. പാരൻസാണ്, അമ്മമാരാണ് കൂടുതലും. ശരിക്കും പറഞ്ഞാൽ അതൊരു കൺസേൺ ആണല്ലേ അമ്മമാർക്ക്. എപ്പോഴും കുട്ടികൾക്ക് എന്താ നല്ല ഒരു ടിഫിൻ കൊടുക്കുക എന്നുള്ളത്. നമ്മളൊക്കെ കുഞ്ഞിലെയൊക്കെ ടിഫിൻ ബോക്സിൻ്റെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഒരു ടിഫിൻ ബോക്സിൽ നമ്മൾ സ്നാക്സ് കൊടുത്തു വിടണം. ഒട്ടുമിക്ക ആൾക്കാരും ഒരു നിവൃത്തിയില്ലാതെ എല്ലാം ആശ്രയിക്കുന്നത് ബേക്കറി പലഹാരത്തിനെയാണ്. കൂടുതലും ആൾക്കാരെല്ലാവരും വാങ്ങിച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ ബിസ്ക്കറ്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള ചിപ്സ്, അതുപോലുള്ള ഐറ്റംസ്, ലേസ്, അതൊക്കെ കൊണ്ടുപോകണം ഒത്തിരി കുട്ടികളുണ്ട്. ഞാൻ ഒരു പരിധി വരെയൊക്കെ ഫ്രൂട്ട്സ് വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷേ അവൾക്കത് താല്പര്യമേ ഇല്ല. ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ആദ്യം കാണിച്ചത്. ഇതിൽ ക്വാളിറ്റിയുള്ള എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണേ. നട്ട്സ് വരുന്നത് ബദാമുണ്ട്, കാഷ്യൂസ്, പീനട്ട്സ്, പംകിൻ സീഡ്, മെലൺ സീഡ്, പിന്നെ വെള്ള എള്ളാണേ, പിന്നെ ഫ്ലാക്സ് സീഡ്. ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മൾ സീഡ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സും മുന്തിരിയുണ്ട്, ഉണക്കമുന്തിരിയുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ഫ്ലഷി ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ എടുക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇത് ഷുഗറില്ല, ഒട്ടും നമ്മൾ ആഡഡ് ഷുഗർ ഇല്ലാത്തതാണ്. പിന്നെ ബട്ടർ ആണ് നമ്മൾ അല്ലാതെ ചേർക്കുന്നത്. അങ്ങനെ ബട്ടറിലാണ് നമ്മളിതെല്ലാം ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിലോട്ട് ഓരോ ഐറ്റംസ് ക്രഷ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊരു ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പം എൻ്റെ മോൾക്ക് ശരിക്കും ഇഷ്ടമായി കേട്ടോ. ഇനി എത്ര ദിവസം കഴിക്കുമെന്നൊന്നും അറിയത്തില്ല. കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് അധികം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആളിപ്പോൾ ഇങ്ങനെ ആങ്സൈറ്റി വന്നുകൊണ്ടൊക്കെ നോക്കുവാണ് എന്താണ് ഈ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട്. ആൾക്ക് കേക്ക് ഉണ്ടാക്കിയാണല്ലോ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പം ഓർഡറിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കുവാണോ ഒന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. പഠിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് നോക്കുക. അപ്പം ഇതാണ് സംഭവം. നല്ല ടേസ്റ്റിയാണ്. അതുമാത്രമല്ല, ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ അല്ലേ. ഈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആണ്. അയൺ, സിങ്ക്, ഇതൊക്കെ ഹാർട്ട് ഹെൽത്തിനും പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനും പിന്നെ ഈ മുടിയുടെ വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ്. അനീമിയക്കും ഒരുപാട് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഇത് 1-2 കഴിച്ച് തരാണ്ട് 3 കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൂടിയാണേ വലിയ ആൾക്കാർക്കാണെങ്കിലും. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാവേ. നേരത്തെ പറഞ്ഞു കേട്ടോ, കാരണം അവർ കുറച്ചധികം ഓർഡേഴ്സ് വരുമ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ താങ്ക് യു.